ഗൈസ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മു നിങ്ങൾ എവിടെ നിന്നാണ് ദക്ഷുവിന് ഡ്രസ്സ് എടുക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ ഞങ്ങൾ സ്റ്റുഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ക്രൈ പോകാറുണ്ട്, ട്രെൻഡ്സ്, വെസ്റ്റ് സൈഡ്, അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം സ്റ്റുഡിയോയിൽ ചെന്നത് നമ്മുടെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെരുപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് എനിക്കങ്ങനെ അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അതിനുശേഷം മോന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ മേളിലേക്ക് പോയി, ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി. അപ്പോൾ അവന് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീഷർട്ട് എടുത്തു. പക്ഷേ ഇത് പാകം ആവുമോ എന്നുള്ളതൊരു കൺഫ്യൂസ്ഡ് ആണോ. അപ്പം ഞാൻ അതിനെക്കാട്ടി ഒരു ഇത്തിരി വലിയൊരു അളവ് വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ അളവ് നോക്കുവാണ് കേട്ടോ അതിൽ. പക്ഷേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ കയ്യിലിരുന്ന ആ ഒരു ഷർട്ട് തന്നെ എടുത്തു. പിന്നെ അതിനുശേഷം അവന് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദാണ്ട് ഇതിനകത്ത് ഒരു ടീഷർട്ടും ഷോർട്സും തമ്മിലുള്ള ജോഡിയായിട്ടുള്ളതുണ്ട്. അപ്പം ഞാൻ അതിൽ അത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തെടുക്കണം എന്നൊരു ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ്. ഞാൻ പിന്നെ ദാണ്ട് ഈ ഒരു 2 ടീഷർട്ടാണ് കേട്ടോ എടുത്തത് അവന്. പിന്നെ ഒരു ജീൻസ് പാൻറ്റും എടുത്തു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ എനിക്കൊരു ജീൻസ് പാൻറ്റാണ് കേട്ടോ കയ്യിലിരിക്കുന്നത്. അതും എനിക്കൊരു ടീഷർട്ടും ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവസാനം തന്നെ ബില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ നായകന് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്. ബില്ല് ചെയ്യാൻ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ, സീ യു.